Hey, hello, my dear students, my dear children. Today we are starting our third term portions, our final portions, chapter 8. ഞാൻ റെജീന ടീച്ചർ എൻ്റെ ചാനൽ ആറ്റ് സോഷ്യൽ സയൻസ് ട്യൂട്ടറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഫൈനലായിട്ട് ഇനി നമുക്ക് അവശേഷിക്കുന്ന ചാപ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ച് നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ചാപ്റ്റർ 8 ഹിസ്റ്ററി ആണ് ടീച്ചർ ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ചാപ്റ്റർ 8 ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് പാർട്ട് 1 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്ന, അതായത് നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ മുതൽ നമ്മുടെ 2024 നടന്ന പെസൻ മൂവ്മെൻറ്റ്സ് വരെ ഉൾക്കൊള്ളുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഈ ചാപ്റ്ററിൽ ഇതൊരു നമുക്കറിയാം ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ ലോങ് ചാപ്റ്റേഴ്സാണ്. ഇതും അതുപോലെ തന്നെ ഒരു ലോങ് ചാപ്റ്ററാണ്. നമുക്ക് ഇന്ത്യ ഫേസ് ചെയ്ത, നമ്മുടെ ഡെമോക്രസി ഫേസ് ചെയ്ത ചലഞ്ചസ് നമ്മൾ ചാപ്റ്റർ 7 പഠിച്ചു. ഈ ചലഞ്ചസ് മുതൽ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ചാപ്റ്റർ 7 ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി വരെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ, അതായത് 2025 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാപ്റ്റർ 7 കണ്ടിന്യൂവേഷനാണ് ചാപ്റ്റർ 8. ഓക്കെ, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഹിസ്റ്ററിയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മുടെ പഠന വിഷയം. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യുക. ടീച്ചറിൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കറിയാം ഈ പോർഷൻ ഒന്ന് കവർ ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ എക്സാമിന് വേണ്ട എല്ലാ സപ്പോർട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഓരോ ചാപ്റ്റർ വൈസ് അനാലിസിസും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചാനലിലൂടെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു കൊള്ളുക. അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്നുമുള്ള ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ബുക്കിൻ്റെ പേര് ട്രെയിൻ ടു പാകിസ്ഥാൻ. ബുക്കിൻ്റെ പേര് ഓർത്തു വെക്കുക, ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ റൈറ്ററായ ഖുഷ്വന്ത് സിംഗ്, അദ്ദേഹം പേപ്പറിലൊക്കെ കോളം എഴുതുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ് ഖുഷ്വന്ത് സിംഗ്. ഈ ഖുഷ്വന്ത് സിംഗിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇത് നമ്മുടെ ഡിവിഷൻ്റെ കാലത്ത്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിൻ്റെ കാലത്ത്, പാർട്ടീഷൻ നടന്ന കാലത്ത് ഇന്ത്യയിലുണ്ടായ കുറേ നമ്മുടെ ഹാർട്ട് ടച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ റിയൽ ഹിസ്റ്ററി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പാർട്ടീഷൻ സമയത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഹ്യൂജ് റെഫ്യൂജി പ്രോബ്ലം ഉണ്ടാവുകയും ഈ പ്രോബ്ലത്തിൻ്റെ ഇടയിലുണ്ടായ കമ്മ്യൂണൽ റൈറ്റ്സിനെ സംബന്ധിച്ചും ഉള്ള വലിയൊരു വിവരണമാണ് ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ. അന്നത്തെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ആ പുസ്തകം. നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പുസ്തകം കണ്ടെത്തി വായിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആളുകൾ അനുഭവിച്ച ഹൺഡ്രഡ്സ് ഓഫ് റെഫ്യൂജീസ്, അവരെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലുള്ള ആളുകളെ മുസ്ലിംസ് അവർ പാകിസ്ഥാനിലേക്ക് പോവുകയും
അങ്ങനെ ആ രണ്ട് റെഫ്യൂജി ഗ്രൂപ്പ്സിനും അനുഭവിക്കേണ്ടി വന്ന ട്രാജിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ നോക്കുന്നത് വാട്ട് വിർ ദ മേജർ ചലഞ്ചസ് ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ്ഡ്. ഇത് 7th ചാപ്റ്ററിലെ ചലഞ്ചസ് ആണ് നമ്മൾ എഴുതുന്നത്. പോസ്റ്റ് പാർട്ടീഷൻ മൈഗ്രേഷൻ ആൻഡ് എക്സോഡസ്. എന്താണ് പോസ്റ്റ് പാർട്ടീഷൻ? പാർട്ടീഷന് ശേഷം, അതായത് പാർട്ടീഷൻ നടന്ന വർഷം ഏതാണ്? 1947 അല്ലേ? 1947 റാഡ്ക്ലിഫ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പെടുത്ത് വെച്ച് അദ്ദേഹം ഇന്ത്യയെ വെസ്റ്റിലും ഈസ്റ്റിലും ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാനാക്കി മാറ്റി അല്ലേ? ഏതൊക്കെ പ്രോവിൻസുകളാണ് ഡിവൈഡ് ചെയ്തത്? ഫസ്റ്റിലെ ഡിവൈഡ് ചെയ്തത് പഞ്ചാബ്, സെക്കൻഡിലെ ഈസ്റ്റ് ഭാഗത്ത് ബംഗാൾ. അപ്പോൾ ബംഗാളും പഞ്ചാബും ഡിവൈഡ് ചെയ്ത് അതൊരു സെപ്പറേറ്റ് നേഷനാക്കി മാറ്റി. അതായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ ആ പാർട്ടീഷൻ കഴിഞ്ഞുള്ള സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക? പോസ്റ്റ് പാർട്ടീഷൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പ്രീ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീഷന് മുമ്പ്. പോസ്റ്റ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീഷന് ശേഷം. അപ്പോൾ 1947 ശേഷം പാർട്ടീഷൻ നടന്നു കഴിഞ്ഞ് നമുക്കിവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പാർട്ടീഷന് ശേഷം ഭയങ്കരമായ മൈഗ്രേഷൻ നടന്നു. ആളുകൾ വെസ്റ്റ് പഞ്ചാബിൽ നിന്ന് ഇന്ത്യൻ ഭാഗത്തേക്കും ഈസ്റ്റ് ബംഗാളിൽ നിന്നും ഇന്ത്യൻ ഭാഗത്തേക്കും മൈഗ്രേറ്റ് ചെയ്തു വന്നു. ഓക്കെ, ദെൻ എക്സോഡസ്. എന്താണ് എക്സോഡസ് എന്ന് പറയുന്നത്? ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരുമിച്ച് ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നു. അതിനാണ് എക്സോഡസ് എന്ന് പറയുക. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ? അത് സംഭവിച്ചു. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഈ മൈഗ്രേറ്റഡ് പീപ്പിളിനെ എങ്ങനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും? അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് എങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും? അതിന് വരുന്ന ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആര് ഏറ്റെടുക്കും? അവർക്ക് ആര് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും? അവർക്ക് ആര് ഷെൽട്ടർ കൊടുക്കും? എന്ത് ചെയ്യും? അവർക്കുള്ള ഫുഡ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഈ ആളുകളെ എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യും? അപ്പോൾ പോസ്റ്റ് പാർട്ടീഷൻ മൈഗ്രേഷൻ ആൻഡ് എക്സോഡസ്, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചലഞ്ച്. ദെൻ വാട്ട് വാസ് ദ സെക്കൻഡ് ചലഞ്ച്? ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലേ? 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൈമാറിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്നും കടന്നുപോയപ്പോൾ എന്തായിരുന്നു പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ അവസ്ഥ? അവർ 3 ഓപ്ഷനാണ് പ്രിൻസിലി സ്റ്റേറ്റ്സിന് കൊടുത്തത്. ഒന്ന്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. ഐദർ ദേ ക്യാൻ ജോയിൻ ഇന്ത്യ ഓർ ദേ ക്യാൻ ജോയിൻ പാകിസ്ഥാൻ. ഓക്കെ, ദെൻ ഇറ്റ് വാസ് എ ഹ്യൂജ് ടാസ്ക്. ഇറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക് ടു ഇൻ്റഗ്രേറ്റ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ്. ധാരാ ചെയ്തെന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ഒരു പ്ലാൻ തയ്യാറാക്കി അവർ ആ പ്ലാൻ അനുസരിച്ച് എല്ലാ പ്രിൻസിലി സ്റ്റേറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുക. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, ദാറ്റ് വാസ് ദ സെക്കൻഡ് ചലഞ്ച്. ദെൻ വാട്ട് വാസ് ദ തേർഡ് ചലഞ്ച്? റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ലാംഗ്വേജിൻ്റെ ബേസിൽ ഈ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റുകളെ നമ്മൾ റീഓർഗനൈസ് ചെയ്ത് സ്റ്റേറ്റുകളാക്കി മാറ്റണമായിരുന്നു. അതായിരുന്നു ജനങ്ങളുടെ ഡിമാൻഡ്. അതിനുവേണ്ടി ഒരാൾ ജീവൻ പോലും വേണ്ടെന്ന് വെച്ചു. അതാരാണ്? പോട്ടി ശ്രീരാമലു അല്ലേ? അതുകൊണ്ടാണ് ആന്ധ്ര സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്തു. തെലുങ്ക് പീപ്പിളിന് വേണ്ടി ഒരു സ്റ്റേറ്റ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം സത്യാഗ്രഹം നടത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോവുകയും ചെയ്തു. ഓക്കെ, ആ സംഭവമൊക്കെ എന്തിൻ്റെ ഒരു കാര്യമായിരുന്നു? റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഇത് നമ്മൾ 7th ചാപ്റ്ററിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ചലഞ്ചസ് നിങ്ങൾ നോർത്തേ: പോസ്റ്റ് പാർട്ടീഷൻ മൈഗ്രേഷൻ ആൻഡ് എക്സോഡസ്, ദെൻ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ ലോസ് ഇംപ്ലിമെൻറ്റഡ് ടു സോൾവ് ദ റെഫ്യൂജി പ്രോബ്ലം? നമുക്കറിയാം, നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ഭാഗത്തേക്ക് വന്ന റെഫ്യൂജീസ്. അവർ നമ്മുടെ സ്ട്രീറ്റുകളിലൊക്കെ അങ്ങ് കിടക്കുക. സോ റെഫ്യൂജി പ്രോബ്ലം വലിയൊരു ചലഞ്ചായിരുന്നു. അതിനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തത്?
3 ആക്റ്റുകളാണ് അതിനു വേണ്ടി കൊണ്ടുവന്നത്. 3 ആക്റ്റുകൾ ഈ റെഫ്യൂജീസിൻ്റെ അഭയാർത്ഥികളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 3 ആക്റ്റുകൾ കൊണ്ടുവന്നു. ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട് 1949, അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട് റിക്കവറി ആൻഡ് റിസ്റ്റോറേഷൻ, അവരെ റിക്കവർ ചെയ്ത് അവരെ റിസ്റ്റോർ ചെയ്യാനുള്ള ഒരു ആക്ട് കൊണ്ടുവന്നു. ഓക്കെ, ആ ആക്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട, അങ്ങനെ ഒരു ആക്ട്, ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട്. ദെൻ ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് ഓഫ് 1954. 1954 ഇന്ത്യ ഗവൺമെൻറ് മറ്റൊരു ആക്ട് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നു, ഈ റെഫ്യൂജീസിന് വേണ്ടി. ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അവരുടെ കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നു 1954. ദെൻ ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. നമുക്കറിയാം ഈ റെഫ്യൂജീസ് അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണം അല്ലേ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. കാരണം ഈ റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് അപ്പോഴേക്കും എത്ര വർഷങ്ങളായിരുന്നു, ഒരു 7-8 years ആയി. ഓക്കെ, അതോടുകൂടി അവർക്ക് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ 3 ആക്റ്റുകളാണ് റെഫ്യൂജി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ 3 ആക്റ്റുകളെ. ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട് ഓഫ് 1949, ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് ഓഫ് 1954 ആൻഡ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ട, നമ്മൾ ഈ ആക്റ്റുകളുടെ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ വാട്ട് വെർ ദ 3 treaties formulated for the implementation of integration of princely states? അപ്പോൾ സെക്കൻഡ് ചലഞ്ചിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഇൻ്റഗ്രേഷൻ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പാകിസ്ഥാനിൽ ഐദർ ദേ ക്യാൻ ജോയിൻ ഇന്ത്യ ഓർ ദേ ക്യാൻ ജോയിൻ പാകിസ്ഥാൻ. അപ്പോൾ ഇഫ് ദേ ഡിസൈഡഡ് ടു ജോയിൻ പാകിസ്ഥാൻ, വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അല്ലേ? അവർ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇന്ത്യയുടെ കണ്ടീഷൻ എന്താകും? നമ്മുടെ ടെറിട്ടറി നമുക്ക് സൂക്ഷിക്കണം. അപ്പം നമ്മുടെ ടെറിട്ടറിക്കകത്തുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് പോലും പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാനോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനോ പാടില്ല. അതുകൊണ്ട് നമ്മൾ 3 ട്രീറ്റീസ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ രാജാക്കന്മാരുമായി അവിടുത്തെ ലോക്കൽ ചീഫുകളുമായി 3 ട്രീറ്റീസ് സർദാർ വല്ലഭായ് പട്ടേലും നമ്മുടെ VP മേനോനും 3 ട്രീറ്റീസാണ് അവരുമായിട്ട് സൈൻ ചെയ്തത്, എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തത്. സോ വാട്ട് വെർ ദ 3 ട്രീറ്റീസ്? ട്രീറ്റീസ് എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്, അവരുമായിട്ട് കരാറുണ്ടാക്കി. ഒന്നാമത്തത് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. ഫസ്റ്റ് ട്രീറ്റിയുടെ പേരാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. അവരോട് പറഞ്ഞു ദേ ഡിഡ് നോട്ട് ടേക്ക് എനി ഡിസിഷൻ ടു ജോയിൻ ഇന്ത്യ ഓർ ദേ ജോയിൻ പാകിസ്ഥാൻ. അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാനോ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാനോ ഡിഡിൻ ടേക്ക് എനി ഡിസിഷൻ, ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഏതവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നോ അവിടെ തന്നെ തുടരുക. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. അപ്പോൾ അവരെല്ലാവരും ആ എഗ്രിമെൻറ്റിൽ ആദ്യം ഒപ്പിട്ടു. ബാക്കി ഡീറ്റെയിൽസൊക്കെ പിന്നീടല്ലേ വരുന്നത്. തുടക്കത്തിൽ അവരോട് എന്താണ് ഒരു എഗ്രിമെൻറ്റ് ചെയ്തത്? നിങ്ങളാരും ധൃതി പിടിച്ച് ഒരു എഗ്രിമെൻറ്റിലും പാകിസ്ഥാനുമായിട്ടോ ഒന്നും ഏർപ്പെടാൻ പാടില്ല, ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല, തൽസ്ഥിതി തുടരണം. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്നാണ് അതിന് പറയുക. ഏതവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിൽക്കുക. ഇന്ത്യ ഗവൺമെൻറ് നിങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റിയിൽ ഉണ്ടാകും, അതുവരെ നിങ്ങൾ സ്റ്റാൻഡ് സ്റ്റിൽ. ദാറ്റ് ഈസ് ദ എഗ്രിമെൻറ്റ്, സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ടേക്ക് എനി ഡിസിഷൻ ക്വിക്ക്ലി. ദാറ്റ് വാസ് ദ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. ദെൻ രണ്ടാമത് കൊണ്ടുവന്നതാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എഗ്രിമെൻറ്റിലെത്തി. അതിൻ്റെ പേരാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. അവരെ ഏറ്റെടുക്കാനുള്ള എഗ്രിമെൻ്റ്, അവർ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് സൈൻ ചെയ്തു. ദെൻ തേർഡ് എഗ്രിമെൻറ്റ്, അതിൻ്റെ ഫൈനലായിരുന്നു മെർജർ എഗ്രിമെൻറ്റ്. അവരെ ഇന്ത്യ യൂണിയനിലേക്ക് അവരെ മെർജ് ചെയ്തുകൊണ്ട് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അപ്പോൾ 3 ട്രീറ്റുകളാണ് ഈ ഒരു പർട്ടിക്കുലർ ചലഞ്ച് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചത് 3 എഗ്രിമെൻറ്റിലൂടെയാണ്. വളരെ
ബോധപൂർവം അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലൊക്കെ ഇന്ത്യയുടെ ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം 3 എഗ്രിമെൻ്റ് ഇവരുമായിട്ട് സൈൻ ചെയ്യുകയും അങ്ങനെ ഒരു രാജ്യം പോലും ഇന്ത്യയിൽ നിന്നും വിട്ടുപോകാതെ എല്ലാ പ്രിൻസിലി സ്റ്റേറ്റുകളെയും ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 എഗ്രിമെൻറ്റുകളെ? സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എക്സെഷൻ എഗ്രിമെൻറ്റ് ആൻഡ് മെർജർ എഗ്രിമെൻറ്റ്. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് കൺസിഡേർഡ് ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം, ഇന്ത്യ പോലുള്ളൊരു വാസ്റ്റ് നേഷനിൽ, ഇന്ത്യ പോലൊരു ഡൈവേഴ്സിറ്റി ഉള്ള നേഷനിൽ ഒരു ജനറൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. നമുക്ക് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ്, ഒരു പരീക്ഷണമാണ്. അത് വിജയിക്കുമോ? ആദ്യമായിട്ട് നമ്മൾ ഒരു ജനറൽ ഇലക്ഷൻ നടത്താൻ പോവുകയാണ്, ഓൾ ഇന്ത്യ ഫ്രം കന്യാകുമാരി ടു കാശ്മീർ. അപ്പോൾ അതൊരു വലിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇങ്ങനൊരു കാര്യം സക്സസ് ആവുമോ? നമ്മൾ പറയത്തില്ലേ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഇത് സക്സസ് ആവുമോ? അപ്പോൾ വലിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മുടെ ആ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. 1951 നമ്മുടെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നത്. അതുവരെ നമുക്കൊരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, പാർട്ടീഷൻ്റെ സമയത്ത് മൗണ്ട് ബാറ്റൺ പ്ലാനിനകത്ത് ഒരു ഇടക്കാല ഗവൺമെൻറ്റിനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സെലക്ട് ചെയ്തിരുന്നു. ആ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് അഡ്മിനിസ്ട്രേഷൻ ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് വന്നത്. ആ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. സോ ജനറൽ ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും 51 ആയി. സോ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഫ്രം ഒക്ടോബർ 51 ടു ഫെബ്രുവരി 52. ഒക്ടോബർ 51 മുതൽ ഫെബ്രുവരി 52 വരെ പല സ്റ്റെപ്പായിട്ട്, പല ഘട്ടങ്ങളായിട്ട് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ എത്ര മാസങ്ങളെടുത്തു? ഒരു 5 മന്ത്സ് അല്ലേ, 5 മന്ത്സോളം നമുക്ക് വേണ്ടി വന്നു ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. ഇന്ത്യ വാസ് വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ്. ദറ്റ് വാസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒരു ചെറിയ രാജ്യമായിരുന്നെങ്കിൽ ഒരു ഡൈവേഴ്സ് കൾച്ചർ ഇല്ലാത്ത, ഡൈവേഴ്സിറ്റി ഇല്ലാത്ത, എല്ലാ യൂണിറ്റിയുമുള്ള ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഒരു ഇലക്ഷനൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇറ്റ് വാസ് എ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി. സോ ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ്. സോ കണ്ടക്ടിങ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ആ ഒരു വാസ്റ്റ്നെസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി, ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ്. സോ കണ്ടക്ടിങ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ നമ്മളത് സാധിച്ചെടുത്ത് കേട്ടോ, നമുക്ക് അഭിമാനം കൊള്ളാം. നമുക്ക് ഇതുവരെയും ഒരു ഇലക്ഷൻ പോലും നമുക്ക് ഫ്ലോപ്പായി പോവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയോ ചെയ്തിട്ടില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് ഇന്ത്യ അതിൻ്റെ എല്ലാ ഇലക്ഷൻസും ഇതുവരെയും നടത്തിപ്പോന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബി പ്രൗഡ്. ഓക്കെ, വാട്ട് വെയർ ദ ചലഞ്ചസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഒരു ഇലക്ഷനെ പറ്റി പറയുമ്പോൾ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വാളിറ്റികളാണ്. അത് ഫ്രീ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അല്ലേ? അത് വളരെ ഫ്രീയും ഫെയറുമായിട്ട് നടക്കണം. അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ നടക്കാൻ എന്തെല്ലാം ചലഞ്ചസ് ആണുള്ളത്? സോ വാട്ട് വെയർ ദ ചലഞ്ചസ് ഇൻ കണക്ഷൻ വിത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ഇന്ത്യ? ഫസ്റ്റിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പം നമുക്കൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഒന്നും നടത്തുന്നത് ഒരു വലിയ എക്സ്പെരിമെൻറ്റോ ഒരു വലിയ സംഭവമൊന്നുമല്ല. കാരണം എന്താ? ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അതിൻ്റേതായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, അതിനുള്ള എല്ലാ പവറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് പോയിക്കോളും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇലക്ഷനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക. അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ആ ചലഞ്ചസ്? ഫസ്റ്റ് വൺ, ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. സോ ദിസ് വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് റിലീജിയൻ, ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് groups. Okay, so in this diversity, delimiting constituencies is a very important task. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം പരിമിതപ്പെടുത്തി നിർത്തണം. നമുക്കിപ്പോൾ ഓരോ ആൾക്കാരും ആവശ്യപ്പെടുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസിന് എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി നിൽക്കും?
നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റിലേക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു മെമ്പറാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഇലക്ട് ചെയ്ത് വരേണ്ടത്. അപ്പം നമ്മുടെ ടോട്ടൽ ലോക്സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു 600-ലൊന്നും അപ്പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് വീതം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അവരുടെ എണ്ണത്തിനൊരു ലിമിറ്റ് വേണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു നമ്പറിലേക്ക് ജനപ്രതിനിധികളുടെ എണ്ണം വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് കൂടാനോ അവർക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാനോ ഓരോരുത്തർക്കും സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വരും. അപ്പോൾ അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം ലിമിറ്റ് ചെയ്ത് ഒരു 600 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ മാക്സിമം വരാവൂ. ഓക്കെ, എങ്കിൽ മാത്രമേ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ്, അവരെ നമ്മൾ എന്താണ് വിളിക്കുക, MP. ഈ MP-മാർക്ക് പാർലമെൻറ്റിൽ ഒരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാനും പാർലമെൻറ്റ് നടപടികളിൽ പങ്കെടുക്കാനും സാധിക്കത്തുള്ളൂ. വലിയൊരു ജനസംഖ്യയോടെ MP-മാരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. സോ ഒന്നാമത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ നമ്പർ ലിമിറ്റ് ചെയ്ത് വെക്കണം. ദെൻ ദ സെക്കൻഡ് വൺ, പ്രിപ്പയറിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമുക്ക് 18 ഇയേഴ്സ് ആയിരുന്നു, പിന്നീടാണ് 21 ഇയേഴ്സ് ആയിരിക്കും മാറ്റിയത്. അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് 21 ഇയേഴ്സ് ആയിരുന്നു, പിന്നീടാണത് 18 ഇയേഴ്സിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കിയത്. അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ 21 ഇയേഴ്സ് ഉള്ള ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതൊരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. വോട്ടേഴ്സിനെ കണ്ടെത്തുക, അവരെ ഈ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുക, അങ്ങനെയുള്ള വലിയൊരു ടാസ്ക് അതിൻ്റെ പിന്നിൽ വേണം. അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. പ്രിപ്പയറിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ദെൻ എഡ്യൂക്കേറ്റിംഗ് ദ ഇല്ലിറ്ററേറ്റ് മജോറിറ്റി അബൌട്ട് ദ നെസസിറ്റി ഓഫ് വോട്ടിംഗ്. അന്ന് നമ്മുടെ ഈ ലിറ്ററസി എന്ന് പറയുന്നത് 40% ആണ്. 40%, 100 ആളുകളെ എടുത്താൽ അതിൽ 40 പീപ്പിളിന് മാത്രമേ ലിറ്ററേറ്റ് ഉള്ളൂ, ബാക്കി എല്ലാവരും ഇല്ലിറ്ററേറ്റ് ആണ്. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസോ വോട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസോ അതിനെപ്പറ്റിയൊന്നും അവരത്ര ബോധേഡല്ല. അവർ വോട്ട് ചെയ്യാൻ പോവുകയില്ല. പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അവർ മനസ്സോടെ പോയി വോട്ട് ചെയ്യണം. അപ്പോൾ അവരെന്താണ് സാധാരണ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഓർക്കുക, അവർ വിചാരിക്കും ഞാൻ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരെങ്കിലും ജയിക്കും, അതിനകത്തൊരു കാര്യമല്ലെന്ന് അവർ ചിന്തിക്കും. അപ്പം വോട്ടിങ് എൻ്റെ റൈറ്റാണെന്നും ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു റെപ്രസെൻറ്റേറ്റീവിനെ എനിക്ക് എടുക്കാൻ സാധിക്കുമെന്നും എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടിയാണെന്നും എൻ്റെ ഏറ്റവും വലിയ ഒരു റൈറ്റാണെന്നും തിരിച്ചറിയണമെങ്കിൽ ലിറ്ററേറ്റ് ആയിരിക്കണം. അപ്പം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള മജോറിറ്റിയുള്ള അന്നത്തെ കാലത്ത് അവരെ ഈ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക ഇറ്റ്സ് എ ചാലഞ്ച്. Educating the illiterate majority about the necessity of voting. That was another challenge. Then finding out enough election officials and training them. ഇലക്ഷൻ നടത്തണമെങ്കിൽ 2-3 നമ്മുടെ ഇലക്ഷൻ ടോപ്പ് ലീഡേഴ്സ് മാത്രം പോരാ. ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാനായിട്ട് ഓരോ പോളിംഗ് ബൂത്തിലും അപ്പോയിൻറ്റ് ചെയ്യാൻ ഒഫീഷ്യൽസ് വേണം. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റിലെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒഫീഷ്യൽസിനെ സെലക്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. ഇറ്റ് വാസ് ഓൾസോ എ ബിഗ് ചാലഞ്ച്. ഫൈൻഡിങ് ഔട്ട് ഇനഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്. ആരെയാണ് ഇലക്ഷൻ ഒഫീഷ്യൽസ് ആയിട്ട് വെക്കുന്നത്? ഗവൺമെൻറ് സാലറി വാങ്ങുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഓക്കെ, അപ്പോൾ അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ അവരെ ഇലക്ഷന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുക. ദാറ്റ് വാസ് അനദർ ചലഞ്ച്. Then ensuring a transparent, impartial and fair election. ഇലക്ഷൻ ട്രാൻസ്പെറൻറ്റ്, സുതാര്യമാണെന്നും അത് പാർഷ്യാലിറ്റി ഇല്ലാതെ ഇമ്പാർഷ്യൽ ആണെന്നും അത് ഫെയർ ആണെന്നും ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കാത്ത ഫെയർ ഇലക്ഷൻ ആണെന്നും നമുക്കറിയാം. ബൂത്ത് പിടുത്തവും അല്ലെ കള്ളവോട്ടും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മാൽ പ്രാക്ടീസസ് ഉണ്ട്. ഇതൊന്നും നടക്കാതെ ഏറ്റവും നല്ല രീതിയിലുള്ള ട്രാൻസ്പെറൻറ്റ്, ഇമ്പാർഷ്യൽ, ഫെയർ ഇലക്ഷൻ ആണെന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ്. എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ദെൻ പ്രിപ്പയറിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ്, ദെൻ എഡ്യൂക്കേറ്റിംഗ് ദ ഇല്ലിറ്ററേറ്റ് മൈനോറിറ്റി അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോട്ടിംഗ്, then finding out enough election officials and
training them, then ensuring a transparent, impartial, and fair election. These are the challenges in connection with the free and fair election in India. ഓക്കെ ദെൻ നമ്മുടെ ഇതുവരെയും ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ് ഏതെല്ലാം ഇയേഴ്സിൽ വന്നെന്നും അത് നമുക്കറിയാം. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്ന വൺ പാർട്ടി ഗവൺമെൻറ്. ഒരു പാർട്ടിക്കാർ മാത്രം മജോറിറ്റിയിലേക്ക് വരികയും ആ പാർട്ടിയുടെ ലീഡറെ പ്രൈം മിനിസ്റ്റർ ആകുകയും അവരുടെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കുകയും അവർ ഇന്ത്യയെ ഭരിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് പറയുക വൺ പാർട്ടി സിസ്റ്റം. എന്താണ് വൺ പാർട്ടി സിസ്റ്റം? അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും മജോറിറ്റി എം പിമാരെ. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ പാർട്ടിയുടെ എം പിമാരെ അവരുടെ ലീഡറെ സെലക്ട് ചെയ്യുന്നു. ആ ലീഡറെ പ്രൈം മിനിസ്റ്റർ ആകുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനെ സെലക്ട് ചെയ്യുന്നു, മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, അവരെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു. അതാണ് വൺ പാർട്ടി സിസ്റ്റം. ഇനി വൺ പാർട്ടിക്ക് മജോറിറ്റി കിട്ടാത്ത അവസരത്തിൽ എന്താണ് സംഭവിക്കുക? കോയലേഷൻ ഗവൺമെൻറ് വരും. എന്താണ് കോയലേഷൻ ഗവൺമെൻറ്? അവർ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ പല പാർട്ടിക്കാരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പ് മജോറിറ്റി നേടി അവർ ഭരിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് പറയുക കോയലേഷൻ ഗവൺമെൻറ്. അപ്പോൾ ഇന്ത്യയിൽ 2 ടൈപ്പ് ഗവൺമെൻറ്റാണ് ഉണ്ടായത്. അതിൽ ഒന്നാമത്തേത് വൺ പാർട്ടി ഗവൺമെൻറ്, രണ്ടാമത്തെ കോയലേഷൻ ഗവൺമെൻറ്. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണ് വൺ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, എന്നു മുതലാണ് നമുക്കൊരു കോയലേഷൻ ഗവൺമെൻറ് ഉണ്ടായെന്നുള്ളതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഇയർ അനുസരിച്ചുള്ള അതിൻ്റെ ഏറ്റവും പഴയത് മുതൽ ഏറ്റവും പുതിയത് വരെയുള്ള ലിസ്റ്റാണ് ടീച്ചർ ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക. 1951 നമ്മുടെ ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് വൺ പാർട്ടി സിസ്റ്റം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. നമുക്കറിയാം ഇൻഡിപെൻഡൻസിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. അവരുടെ ലീഡേഴ്സ് ആയിരുന്നു അന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യക്കാരുടെ മുഴുവൻ മനസ്സിൽ INC, ഇന്ത്യക്കാരെല്ലാം INCയുടെ മെമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ ഈസി ആയിട്ട് വിൻ ചെയ്തു. അവർക്ക് മജോറിറ്റി കിട്ടി. അവർ ഗവൺമെൻറ് ഉണ്ടാക്കി. അപ്പം വൺ പാർട്ടി സിസ്റ്റത്തിൽ INC ഭരിച്ചതാണ് ഫസ്റ്റ് ഗവൺമെൻറ് 51. ദെൻ അവരുടെ ആ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് 57 സെക്കൻഡ് ഗവൺമെൻറ് വരുന്നത്. അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു, വൺ പാർട്ടി ഗവൺമെൻറ് ആയിരുന്നു. ദെൻ തേർഡ് ഗവൺമെൻറ് 62 ഇലക്ഷൻ നടന്നുണ്ടായത്. അതും സെയിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, വൺ പാർട്ടി ഗവൺമെൻറ് ആയിരുന്നു. ദെൻ ഫോർത്ത് ഗവൺമെൻറ്റും അതേപോലെ തന്നെ 1967 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വൺ പാർട്ടി. ദെൻ വീണ്ടും 77 വന്നപ്പോഴേക്കും അവിടെ ഒരു ചേഞ്ച് ഉണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മജോറിറ്റി നഷ്ടപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. ജനതാ പാർട്ടി. ഓക്കെ, അതിൻ്റെ കാരണമൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഒരു എമർജൻസി 75 ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഒരു ഇൻറ്റേർണൽ എമർജൻസി, നമ്മൾ അടിയന്തരാവസ്ഥയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻറ്റേർണൽ എമർജൻസി പ്രഖ്യാപിക്കുകയും അപ്പോൾ ആ ഇൻറ്റേർണൽ എമർജൻസി ഒരു മിലിറ്ററി റൂൾ അല്ലേ, അടിച്ചമർത്തിയുള്ള ഭരണമായിരുന്നു. 77 അത് റിലീസ് ചെയ്തു. എന്നാൽ പോലും ആ പാർട്ടിയോടെ ജനങ്ങൾ മുഴുവൻ എതിർക്കുകയും അങ്ങനെ ആ പാർട്ടിക്ക് മജോറിറ്റി നഷ്ടപ്പെടുകയും അവരുടെ ഇലക്ഷനിൽ അവരെ തോൽവി അടയുകയും പുതിയൊരു പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാം. ഇൻറ്റേർണൽ എമർജൻസി എന്താണെന്നും ഇന്ദിരാഗാന്ധി എന്തിനാണത് ഡിക്ലെയർ ചെയ്തെന്നും ആ എമർജൻസി പീരീഡിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എമർജൻസി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ INCക്ക് അധികാരം നഷ്ടപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ 80 കാലഘട്ടത്തിൽ നടന്ന അടുത്ത ഇലക്ഷനിൽ INC തിരിച്ചു വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വീണ്ടും അവരെ വൺ പാർട്ടി സിസ്റ്റത്തിലേക്ക് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ദെൻ 89 മുതൽ ഇന്ത്യയിലെ കോയലേഷൻ ഗവൺമെൻറ്റാണ് ഭരിക്കുക. അതോടെ വൺ പാർട്ടിക്കുള്ള ആ ഒരു മജോറിറ്റി നഷ്ടപ്പെടുകയും പല പാർട്ടിക്കാരെ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ്, അതിനാണ് നമ്മൾ കോയലേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുക. അപ്പോൾ കോയലേഷൻ പൊളിറ്റിക്സ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1989. 1989 ഇലക്ഷൻ മുതലാണ് ഇന്ത്യയിൽ പല പാർട്ടിക്കാരുടെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ ഇലക്ഷനെ മീറ്റ് ചെയ്യുകയും വിൻ ചെയ്യുകയും മജോറിറ്റി കിട്ടി അധികാരത്തിലെത്തുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വന്ന വർഷം ഏതാണ്? 89. നാഷണൽ ഫ്രണ്ട് കോയലേഷനാണ് അധികാരത്തിലെത്തിയത്. നാഷണൽ ഫ്രണ്ട് കോയലേഷൻ. ഓക്കെ, ദെൻ
അടുത്ത ഇലക്ഷൻ 91 INC വിത്ത് സപ്പോർട്ട് ഓഫ് അതേഴ്സ്. 91-ൽ നാഷണൽ ഫ്രണ്ട് കോയലേഷന് മജോറിറ്റി ലഭിച്ചില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി മറ്റു പാർട്ടികളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് 91. അവിടെയും കോയലേഷൻ ആകട്ടോ, ഒരു വൺ പാർട്ടിയല്ല, INC മാത്രമല്ല, സപ്പോർട്ട് ഓഫ് അതർ പാർട്ടീസ്. ദെൻ 96-ൽ BJP, ആദ്യമായിട്ട് BJP ഒരു മജോറിറ്റിയിലേക്ക് വന്ന നമ്മുടെ ഇലക്ഷനാണ് 96. അവിടെ BJPക്ക് വൺ പാർട്ടി മജോറിറ്റി ഇല്ല, അവിടെയും സപ്പോർട്ട് ഓഫ് അതർ പാർട്ടീസ്. 98 to 99 BJP ഡീലർഷിപ്പ് കൊടുക്കുന്ന ഒരു കോയലേഷൻ ഗ്രൂപ്പാണ് NDA. അപ്പോൾ NDA അധികാരത്തിൽ വന്ന് 98-99 ആ കാലഘട്ടത്തിൽ. ഓക്കെ, അത് വൺ പാർട്ടി സിസ്റ്റം അല്ല. NDA എന്ന് പറയുന്നത് BJP ആണ് അതിൻ്റെ മേജർ പാർട്ടി, പക്ഷേ മറ്റു പാർട്ടികളും ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട്. അതൊരു കോയലേഷൻ ഗവൺമെൻറ് ആണ്. ദെൻ 2004 and 2009 അത് കോൺഗ്രസിൻ്റെ ഒരു കോയലേഷൻ, അവരുടെ ഒരു പ്രോഗ്രസീവ് അലയൻസ് ആണ് UPA. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം 2 കോയലേഷൻ ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് NDA, അതിൻ്റെ മെയിൻ പാർട്ടി BJP ആണ്. മറ്റേത് UPA എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ മെയിൻ പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPAയും BJP നേതൃത്വം കൊടുക്കുന്ന NDAയും. ഓക്കെ, അപ്പോൾ 98-99 NDA. എന്നാൽ 2004 to 2009 കോൺഗ്രസിൻ്റെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA അധികാരത്തിലെത്തി. ദെൻ 2014, 2019, 2024 ഈ അടുത്തടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് എല്ലാം ഇപ്പം 3ാം ഗവൺമെൻറ്റാണ് NDAയുടെ ലീഡർ ആരാണ്? BJP. അപ്പോൾ BJP ഒരു പാർട്ടിക്ക് മാത്രമല്ല, അവരുടെ കൂടെ ചെറിയ മറ്റു പാർട്ടികളും ചേരുന്ന NDA ആണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുക. ഓക്കെ, അവർ എത്ര വർഷമായി ഇപ്പം വന്നിട്ട്? 3 കോൺസിക്യൂട്ടീവ് ഇലക്ഷൻസ് അവരാണ് ജയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത് വന്ന 3 ഇലക്ഷനിൽ അവർ അധികാരം പിടിച്ചിരിക്കുകയാണ്. 2014, 2019, 2024. ഓക്കെ, അവർ അധികാരത്തിൽ അവസാനം വന്നിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ. ഇനി അവർക്ക് അധികാരം 3-4 വർഷം കൂടി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ NDA ആണ് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്നു മുതലാണ് ഈ കോയലേഷൻ മൾട്ടി പാർട്ടി സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ്റായിട്ട് വരാൻ തുടങ്ങിയത്? 89 മുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then, what were the ways the governments are formed in coalition politics? അപ്പോൾ ഈ കോയലേഷൻ എന്ന് പറഞ്ഞാൽ പല പാർട്ടികളുടെ ഒരു ഗ്രൂപ്പ് അല്ലേ? അങ്ങനെയുള്ള കോയലേഷൻ പൊളിറ്റിക്സിൽ അവരെങ്ങനെയാണ് ഈ പാർട്ടികൾ ഗ്രൂപ്പ് ആകുന്നത്? അത് 3 മെത്തേഡുണ്ട്. അതിന് 3 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി നോക്കിക്കേ. പൊളിറ്റിക്കൽ പാർട്ടീസ് റീച്ചിങ് ആസ് എ ഫ്രണ്ട് ബേസ്ഡ് ഓൺ എ കോമൺ മിനിമം പ്രോഗ്രാം ബിഫോർ ദ ഇലക്ഷൻ. ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു കോമൺ മിനിമം പ്രോഗ്രാം അവരെല്ലാവരുടെയും പറയും. ഇന്ന ആ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരവരുടേതായ സെൽഫ് ഐഡിയോളജീസ് കാണും. എന്നാൽ ഈ സെൽഫ് ഐഡിയോളജീസ് ഉള്ളപ്പോഴും അവർക്ക് യോജിക്കാൻ പറ്റുന്ന ചില പ്രോഗ്രാംസ് കാണും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് എഴുതി തയ്യാറാക്കി ആ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുടെ ഒരു കോയലേഷൻ ഉണ്ടാക്കും. അത് എപ്പോഴാണ് ഉണ്ടാക്കുക? ബിഫോർ ഇലക്ഷന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കോയലേഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള കോയലേഷൻ്റെ പേരാണ് നമ്മൾ മുൻപ് കണ്ട NDAയും UPAയും. അപ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു ഫ്രണ്ട് അല്ലേ, ദേ പ്രിപ്പയർ എ ഗ്രൂപ്പ്, ദേ മെയ്ഡ് എ ഗ്രൂപ്പ്, ദ പൊളിറ്റിക്കൽ പാർട്ടീസ് റീച്ചിങ് ആസ് എ ഫ്രണ്ട് ബേസ്ഡ് ഓൺ ദി കോമൺ മിനിമം പ്രോഗ്രാം ബിഫോർ ദ ഇലക്ഷൻ. അപ്പോൾ ബിഫോർ ഇലക്ഷൻ തന്നെ അവർ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് പാർട്ടികൾക്ക് അവർ പരസ്പരം വോട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുന്നു. അവർ മജോറിറ്റി കിട്ടുകയാണെങ്കിൽ ആ പാർട്ടികളെല്ലാം കൂടി അവരങ്ങ് ഗവൺമെൻറ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് വേ. ഇനി സെക്കൻഡ് വേ എന്താണ്? ക്രിയേറ്റിംഗ് ആൻ അലയൻസ് ആൻഡ് ഫോമിങ് എ ഗവൺമെൻറ് ആഫ്റ്റർ ദ ഇലക്ഷൻ. ഇലക്ഷൻ നടന്നു കഴിഞ്ഞ് ആർക്കും മജോറിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇലക്ഷന് ശേഷം അതിൽ ഒരു വലിയ കക്ഷി കാണുമല്ലോ, ഒരു വലിയ പാർട്ടി കാണുമല്ലോ, ആ പാർട്ടിക്കാരെ മറ്റു പാർട്ടികളെ ക്ഷണിക്കും. ഞങ്ങളുടെ കൂടെ ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു മജോറിറ്റി ഉണ്ടാക്കി നമുക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാം. അങ്ങനെ ഇലക്ഷന് ശേഷം ഒരു അലയൻസ് ഫോം ചെയ്യുന്നതാണ് രണ്ടാമത്തെ രീതി.
ഓക്കെ, അപ്പോൾ അവരുടെ ലീഡേഴ്സ് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് അവരൊരു ഗ്രൂപ്പായി മാറും. എപ്പോഴാണ്? ഇലക്ഷന് ശേഷം. ഇനി മൂന്നാമത്തെ വേ എന്താണ്? പ്രൊവൈഡിങ് എക്സ്റ്റേണൽ സപ്പോർട്ട് ടു എ ഗവൺമെൻറ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ മജോറിറ്റി ഇൻ ദ ലോക്സഭ. ലോക്സഭയിൽ ഇലക്ഷൻ കഴിഞ്ഞു, ആ ഒരു പാർട്ടിക്കും മജോറിറ്റി ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ ആ കൊയലേഷൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാതെ പ്രൊവൈഡിങ് എക്സ്റ്റേണൽ സപ്പോർട്ട്, അവർക്ക് ലോക്സഭയിൽ അവരുടെ പ്രൈം മിനിസ്റ്ററെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പോൾ ഇടണം അല്ലേ, വോട്ടിടണം. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന, എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, അങ്ങനെയും ഒരു കൊയലേഷൻ ഗവൺമെൻറ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബി ജെ പിക്ക് മജോറിറ്റി ലോക്സഭ ഇലക്ഷനിൽ ലഭിക്കുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ബി ജെ പിയുമായിട്ട് അലയൻസ് ഒന്നുമില്ലാത്ത ഒരു പാർട്ടി, ഏതാണ് ഒരു പാർട്ടിയുടെ പേര് പറയാമോ നമുക്ക്? നമുക്കിപ്പം അണ്ണാ DMK പാർട്ടി, അവർക്ക് കുറേ MP മാരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ബി ജെ പിക്ക് മജോറിറ്റി കിട്ടാൻ വേണ്ടി ഒരു 20 MP മാരുടെയും കൂടെ സപ്പോർട്ട് വേണം. അപ്പോൾ അവർക്ക് 20 പേരെ കൂടെ കിട്ടിയാൽ അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാം. അപ്പോൾ ഈ പാർട്ടി പറയുകയാണ്, പാർട്ടിയുടെ പേര് നമുക്ക് എക്സ് എന്നിടാം. എക്സ് എന്ന് പറയുന്ന പാർട്ടി പറയുകയാണ്, ഞങ്ങൾക്ക് 20 മെമ്പേഴ്സ് ഉണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് തരാം, നിങ്ങളുടെ കൊയലേഷനിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല, ബട്ട് വി സപ്പോർട്ട് യു ഇൻ ദ ലോക്സഭ. ഞങ്ങൾ 20 പേരും നിങ്ങളെ ലോക്സഭയിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയും ഒരു കൊയലേഷൻ ഗവൺമെൻറ് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ രീതി. അപ്പോൾ കൊയലേഷൻ ഗവൺമെൻറ് 3 രീതിയിൽ ഉണ്ടാക്കാം. ബിഫോർ ഇലക്ഷനിൽ അവർക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർക്ക് ഇലക്ഷനെ ഫേസ് ചെയ്യാം. രണ്ടാമത്തേത്, ആഫ്റ്റർ ദ ഇലക്ഷൻ ദേ ക്യാൻ ക്രിയേറ്റ് ആൻ അലയൻസ്, എന്നിട്ട് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാം. മൂന്നാമത്തേത് എന്താണ്? ദേ ഡു നോട്ട് ജോയിൻ ദ ഗ്രൂപ്പ് ബട്ട് ദേ പ്രൊവൈഡ് എക്സ്റ്റേണൽ സപ്പോർട്ട് ഇൻ ദ ലോക്സഭ. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് കൊയലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബിഗിനിങ് ആയിരുന്നുകൊണ്ട് ടീച്ചർ ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിന് നല്ല എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.